കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിയട്ടെ. എങ്കിൽ മാത്രമേ 2025-ഉം 26-ലും തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നടന്ന 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് മറ്റൊരു രീതിയിലുള്ള ചിന്തകൾക്കും ധാരണകൾക്കും ഒപ്പമായിരുന്നു എങ്കിൽ 2025 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രാദേശിക തലത്തിലുള്ള ശാക്തിക ചേരികൾ എങ്ങനെയാണെന്നത് സംബന്ധിച്ചാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണികൾ തങ്ങളിലുള്ള ബോണ്ടിങ് എത്രത്തോളം ശക്തമാണെന്നത് സംബന്ധിച്ചാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ യോഗ്യതകൾക്കനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിയുക. ഭൂരിപക്ഷം കൂടാനും വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ ജയിക്കുന്നതിനും സാധിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ബോണ്ടിങ്ങുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനത്തിന് മാത്രമേ കേരളത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നേതൃത്വം മനസ്സിലാക്കിയാൽ നന്ന്.